ഇടി വെട്ടിയതിനു പുറകെ പാമ്പ് കടിച്ചു എന്നൊരവസ്ഥ കൂട്ടുകാരെ കേട്ടിട്ടില്ലേ? ഇന്നത്തെ പ്രോഗ്രാമിന് എന്നെ കണ്ടോ പെൻഗ്വിനെ കണക്ക് നിൽക്കുന്നത്? മൊത്തത്തിൽ പനിയും ശ്വാസം മുട്ടും ചുമയും ജലദോഷവും ഒക്കെ ആയിട്ട് ഒരു ട്രാജഡി ദിവസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് പ്രോഗ്രാമൊക്കെ ആയിട്ട് നല്ല സന്തോഷവും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങാനുള്ള ടൈമിംഗ് ആയി, പ്രൊജക്ടറൊക്കെ സ്റ്റാർട്ടായി, കുട്ടികൾ ചെറുതായിട്ടൊന്ന് വാമപ്പൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം സംഭവിച്ച ഒരു വലിയ ട്രാജഡി, ഒരു വളരെ വിഷമകരമായ അവസ്ഥ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ഞാൻ അനൗൺസൊക്കെ ചെയ്തു, ശബ്ദമൊക്കെ അടച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പിടിച്ചു വെച്ചാണ് എങ്ങനെയുമൊക്കെ അനൗൺസ് ചെയ്ത് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വർക്കല പനയറ മുത്താന ക്ഷേത്രത്തിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ വേദി നമ്മൾ ഈ പലകയൊക്കെ കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന വേദിയാണല്ലോ. ഇത് നിർമ്മിക്കുന്ന പലർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുകയില്ല. അവിടെ വേദിയിൽ ചെയ്ത ആ പലകകളിൽ ഒരു പലക നല്ലോണം താഴ്ന്ന് ഇരിക്കുമായിരുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കണ്ടെങ്കിലും ഞങ്ങൾക്കതിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൽ അമ്പല കമ്മിറ്റിക്കാർക്കോ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദയനീയമായ ഒരവസ്ഥയാണ് നല്ല നല്ല വേദികളുടെ കുറവ്. ക്ഷേത്രങ്ങളിൽ കെട്ട് പണിതെടുത്ത വേദികളാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടൊഴിവായി വളരെ സന്തോഷകരമായി വളരെ ആനന്ദത്തോടുകൂടി സംതൃപ്തകരമായിട്ട് നമുക്ക് ഇത്തരം പരിപാടികളെല്ലാം അവതരിപ്പിക്കുവാൻ കഴിയും. കലാരംഗത്തുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മലയാളം നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നല്ല വേദികളുടെ കുറവ്. ഇങ്ങനെ താൽക്കാലികമായി ചെയ്തിരിക്കുന്ന വേദികളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാരണം അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്.